ഇയാൾ ഒറ്റ ദിവസം കൊണ്ട് ഈ കോളേജിൽ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ നിന്നും ലഹരിയെ തുരത്തിയിരിക്കുകയാണ് ജയകൃഷ്ണൻ. വെൽ ഡൺ ജയകൃഷ്ണൻ. സോറി സർ, യു ആർ മിസ്റ്റേക്കൺ. അമ്മുവിനെ അവർ ആക്രമിച്ചു, അപ്പൊ ഞാൻ ഇടപെട്ടു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. ദാറ്റ്സ് ഓൾ സർ. അമ്മുവിനെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷിച്ചാൽ മാത്രം പോരാ, അമ്മു പഠിക്കുന്നുണ്ടോന്ന് നോക്കേണ്ടതും ബോഡി ഗാർഡിന്റെ ഡ്യൂട്ടിയാ. അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, വീട്ടിലിരുത്തി പഠിപ്പിക്കണം. ഷുവർ സർ. ഓ തൊലഞ്ഞു, ആ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. As for Romeo, he is heavy-hearted with his own sorrows, and her love will add more excessive grief in the lover's eyes. അമ്മു, സോറി, എനിക്ക് ഉറക്കം വരുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് എഴുതിയ പോരെ? okay, then go to sleep. Good night. Thank you. ക്ലാസ് വിട്ടു. സേതു, രണ്ടാളും നാളെ വെളുപ്പിന് 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് വന്നോളണം. ഉറക്കം. അടുത്ത പീരീഡ് തുടങ്ങി. എന്തുപറ്റി? വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ട് കിടന്നോളാം. പറഞ്ഞു. സേതുവിനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് എഴുത്തും വായനക്ക് ഇനി വെളുപ്പിന് മതി. പോയി കിടന്നുറങ്ങേ. ചെല നിനക്കെന്താ ഉറക്കമില്ലേ? ഉറക്കൂലല്ലോ. വന്ന് കിടന്ന് ഉറക്കടാ. ഇയാളാരാ? ഹെഡ്മാഷ? മാഷ് വന്നിരിക്കുന്നു. ഏത് നേരത്താണ് ഈശ്വര ഇങ്ങോട്ട് പോരണമെന്ന് വാശി പിടിച്ചത്? ഇതിലും ഭേദം അവിടെ തന്നെ കഴിയണായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ, സഹിക്കേനെ. സഹിക്കേ, ആകെ ഉള്ളത് ഈ ഒരു ഇറ. കൊല്ലും ഞാൻ അയാളെ. കൊല്ലും. ഡീഡി, നിനക്ക് അയാളെ ഒന്ന് പ്രേമിച്ചാലെന്താ? അയക്കെന്താ ഒരു കുഴപ്പം? അയ്യടാ, ഒരു കുഴപ്പമില്ല. ദിവ്യ പ്രേമൊന്നും വേണ്ട കുട്ടി, ചുമ്മാ ഒന്ന് അഭിനയിച്ചാ മതി. ഫേക്ക് ലവ്. നീ നിന്റെ വട്ടും കൊണ്ടൊന്ന് പോയേ അമ്മു. നാളെ 4 മണിക്ക് എഴുന്നേക്കാനുള്ളതാ. എങ്കിൽ നീ ഒരു വഴി പറ അയാളെ ഒതുക്കാൻ. വഴി? അതെ, ബാലാജി പറഞ്ഞ പോലെ അയാളെ ഒരു ലവില് കുരുക്കിയിട്ടാ പിന്നെ നമ്മൾ ഫ്രീയാ. ഫ്രീ ബേർഡ്സ്. ലവ് എന്ന് പറഞ്ഞങ്ങോട്ട് ചെന്നാ മതി, വിവരം അറിയും. അയാൾ ആരോടെങ്കിലും മനുഷ്യനെ പോലെ ഒന്ന് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രം. അവന്മാരെല്ലാ പെൺകുട്ടികൾക്കും നമ്പർ കൊടുത്തിട്ട് എന്തായി? ആരെങ്കിലും വിളിച്ചോ? അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും ഒരുത്തിക്കും ധൈര്യം വരില്ല. പിന്നെയല്ലേ ഫോൺ ചെയ്യുന്നതും പ്രേമിക്കുന്നതും. അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങൂലേ? നീയാണെന്ന് അറിഞ്ഞാലല്ലേ സേതു. ദേ, ഇത് കോളർ ഐ ഡി റെസ്ട്രിക്ട് ചെയ്ത ഫോണാ. ഇതിന്ന് വിളിച്ച നമ്പർ വരില്ല. പിന്നെ എങ്ങനെ നീയാ വിളിച്ചെന്ന് അറിയണേ? ശബ്ദം കേട്ട് മനസ്സിലാവില്ലേ? അതിന് വേറെ ആളുടെ ശബ്ദത്തിൽ സംസാരിച്ച പോരെ? വേറെ ആളുടെ ശബ്ദത്തിലോ? അതെങ്ങനെ? ഹലോ, ജയകൃഷ്ണ അല്ലേ? ഞാൻ അങ്ങയുടെ ഒരു ഫാനാ. ആർ യു ഫ്രീ നൗ? എന്താ ഞാനാ സംസാരിച്ചെന്ന് മനസ്സിലാവണുണ്ടോ? അയ്യോ, ഒട്ടും മനസ്സിലാവണില്ല. ഇതെങ്ങനെയാ? അപ്പോ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ? അമ്മു, വെറുതെ കുഴപ്പത്തിനൊന്നും നിൽക്കാണ്ട് പോയേ നീ. എന്ത് കുഴപ്പം? ഞാൻ തന്നെ വിളിച്ചോളാം. ഇതേതൊരു പ്രൈവറ്റ് നമ്പർ? ഹലോ, ആരാ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ. അമ്മു വേണ്ടോ, ഒന്ന് മിണ്ടായിരിക്കേ. ഇതൊരു ശല്യായല്ലോ. ഹലോ, ആരാ? ആരാ വിളിക്കുന്നേ? വലിച്ചെറിഞ്ഞ് കളഞ്ഞോണ്ടല്ലോ. ആരാത്? ജയകൃഷ്ണൻ. ഏത് ജയകൃഷ്ണൻ? ബോഡി ഗാർഡ് ജയകൃഷ്ണൻ. നീ ആരാണെന്നല്ല ഫോണില്. അതല്ല ഞാൻ ചോദിച്ചോണ്ടിരിക്കണ ആരാന്ന്, അത് പറയണ്ടേ? എന്നാ പിന്നെ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചൂടെ ആരാന്ന്? അതിന് നമ്പർ വരണ്ടേ? അപ്പൊ നമ്പർ പറഞ്ഞില്ല. ഇല്ല. എന്നാ കിടന്ന് ഉറങ്ങ്, നമ്പർ വരുമ്പോ എഴുന്നേറ്റ് ചോദിക്കാം. ഇന്ന് ഞാനിത് തല്ലി